Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Unfolding your hidden blessings of 2024. ഈ വർഷത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ബ്ലെസ്സിങ്സ്, നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യാത്ത ചില ബ്ലെസ്സിങ്, ഈ വർഷം സംഭവിക്കുന്ന ചില ബ്ലെസ്സിങ് നമ്മൾ അൺഫോൾഡ് ചെയ്യാൻ പോവാണ്. ഓൾറൈറ്റ്, സോ എന്തൊക്കെയാണ് അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്, മേജർ ചേഞ്ചസ് നോക്കാം. ആസ് യൂഷ്വൽ ഞാനിവിടെ 3 ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, ഈ ഓരോ ഗ്രൂപ്പിലും ഓരോ വേർഡ് ഹിഡൻ ആയിട്ടുണ്ട്. ഓൾറൈറ്റ്, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ദാറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് ഏത് കാർഡിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഓൾറൈറ്റ്, unfolding your hidden blessings of 2024. Let's see. Select your group, then we can start. Alright, let's start with group number 1. Hey, group number 1. ഈ കാർഡിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് എത്ര ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറയൂ. ഓക്കെ, unfolding your hidden blessings of 2024. group number 1. സോ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഫ്രേഗ്രൻസ് ആണ്. ഓക്കെ, സ്മെൽ, അതായത് പ്ലസന്റ് ആയിട്ടുള്ള സ്മെൽ, എന്തെങ്കിലും സുഗന്ധം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്മെൽ, നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ കോൺഷ്യസ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ മേ ബി ചില ആളുകൾ ആദ്യമായിട്ടായിരിക്കാം എന്തെങ്കിലും ഫ്രേഗ്രൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൺസേൺ ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവർ ചില ആളുകൾക്ക് നിങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കണം. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ വേറൊരാളുടെ മുന്നിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതി, എസ്പെഷ്യലി അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്മെൽ, നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിലൊക്കെ നിങ്ങൾ ഒരുപാട് കൺസേൺ ആവുന്ന ഒരു ടൈമാണ്. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങളൊരു പുതിയൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ടൊരു വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഒരുപാട് കൺസേൺ ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, അത് ആക്ച്വലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് ആക്ച്വലി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ നിങ്ങളെ ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കാം ഈ ഒരു വർഷം നിങ്ങളെ നോക്കുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ ബോഡി, ഓക്കെ, ഓർ നിങ്ങളുടെ ബ്യൂട്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു ടൈമും കൂടി ആയിരിക്കാം. അത് ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും ജോബിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ ആക്ച്വലി ഫ്രഷ് ആയിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ അങ്ങനെ ഇത്ര കാലം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, ഇത്ര കാലം എങ്ങനെയായിരുന്നു അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങളെ നോക്കുന്നുണ്ട്, അങ്ങനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ കാണുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല സ്മെല്ല്, നല്ല സുഗന്ധം പരത്തുക. അത് ഈവൻ ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആവുന്ന ഒരു ടൈം കൂടിയാണ്. നിങ്ങളുടെ പ്രസൻസിനും അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ആളുകൾ കാണുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ ഒരാളുടെ കൂടെ നിൽക്കുക, സംസാരിക്കുക, അടുത്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവർ നിങ്ങളൊരു നാച്ചുറൽ സ്കിൽ, നിങ്ങൾക്ക് ജന്മസിദ്ധമായിട്ടുള്ള ചില സ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റ്സ്, ജസ്റ്റേഴ്സ്, അതൊക്കെ ഒരുപാട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ചില കഴിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്മെൽ. ഓക്കെ, സോ എല്ലാവരും ഫ്രേഗ്രൻസ് വാങ്ങിക്കുക എന്നുള്ളതല്ല, പക്ഷെ ചില ആളുകൾക്ക് നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ വളരെ അട്രാക്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഒരു ഗ്രേറ്റ് റൊമാൻസ്, ലവ്, റിലേഷൻഷിപ്പ് ഒക്കെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ വർഷം അതൊക്കെ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, പാർട്ട്ണർ ഉണ്ടാവുക, കാരണം നിങ്ങളുടെ ഒരു പ്രസൻസ് കൊണ്ട് നിങ്ങളെ പാർട്ട്ണർ ഒരുപാട് ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, മാരേജിലേക്ക് വരുന്ന ആളുകളായിരിക്കാം, റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡർ നിങ്ങൾ ഒരുപാട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങളിലേക്ക്. ഓൾറൈറ്റ്, സോ ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളിൽ അത്ര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ചൂസ് ചെയ്യുന്ന ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാവുന്നുണ്ട് പിന്നീട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചില സ്മെല്ല് കിട്ടുന്ന സമയത്ത് നമുക്ക് ചില വ്യക്തികൾ ഓർമ്മ വരും, അല്ലെ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ബട്ട് അതിന്റെയൊക്കെ ഒരു ചേഞ്ചസ് ആക്ച്വലി
2024 സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ. ഇറ്റ്സ് എ കൺഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ജസ്റ്റേഴ്സ് എക്സ്പീരിയൻസ്, ഫിസിക്കൽ അട്രാക്ഷൻ, ഫിസിക്കൽ ഇന്റിമസി. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഐ ഡോണ്ട് നോ ലൈക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ, ഡീപ്പായിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിനെ നിങ്ങൾ ഒരുപാട് ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റും 2024. ഓക്കെ, സോ മേ ബി ഒരു ജൂൺ മന്ത് ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ്. ഓക്കെ, സോ നിങ്ങളിൽ ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻസ് ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ അത്ര ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ്, മേ ബി അത് മ്യൂച്വൽ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആയിരിക്കാം. ആൻഡ് സി അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫെയിം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ, എസ്പെഷ്യലി നിങ്ങൾ സോഷ്യൽ മീഡിയ ഓർ നിങ്ങളുടെ എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോപ്പുലാരിറ്റി, ഒരുപാട് ഫെയിം ആക്ച്വലി ആ ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. മീഡിയയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി, നിങ്ങളുടെ ഒരു ടാലന്റ്, ഈവൻ നിങ്ങൾ കോളേജ് സ്റ്റുഡന്റ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ നിങ്ങൾ ധരിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു രീതിയിലൊരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എന്തൊക്കെയോ നിങ്ങളുടെ എൻറ്റയർ ബോഡി ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കാരണം നിങ്ങൾ കോൺഷ്യസ് ആവുന്നുണ്ട്, നിങ്ങൾ ബോധരാവേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ആളുകളുടെ ഒരുപാട് അറ്റൻഷൻ, അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരു പുതിയ കോളേജിലേക്ക് വരുന്നുണ്ടായിരിക്കണം, ഒരു സെലിബ്രിറ്റി ആയിരിക്കാം, ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇതുപോലത്തെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ഓർ മേ ബി നിങ്ങൾ പാരന്റ് ആയിരിക്കാം, അമ്മ, അച്ഛൻ. ഓക്കെ, സോ നിങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ, കോളേജ്, അവിടെ നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. എസ്പെഷ്യലി 2024 നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഡ്രസ്സിങ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, unfolding the hidden blessings of 2024. Alright, സോ നിങ്ങൾക്ക് ഒരുപാട് ക്രഷ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഓർ നിങ്ങളുടെ ഒരു ഹിഡൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് മേ ബി എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻ, ഓർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് വിട്ടുപോയിട്ടുള്ള ചില ആളുകൾക്ക് നിങ്ങളോട് ചില അട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അഗൈൻ എന്തെങ്കിലുമൊക്കെ റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് യങ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മേ ബി വളരെ യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി ഒരുപാട് അഡിക്റ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ ഒരു നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ എന്തൊക്കെയൊരു നിങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, നിങ്ങൾ ചെയ്യുന്ന ഒരു ജോബിന്റെ ഭാഗമായിട്ട്, നിങ്ങളൊരു സിറ്റുവേഷനിലേക്ക് ഇൻവോൾവ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ലൈഫ് തോന്നുന്നുണ്ട്, ജീവിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ, പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാത്ത ആളുകളൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഇന്റിമസി ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ഹിഡൻ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് വളരെ സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊരു ഓഫർ ആണ്. അത് ചില ആളുകൾക്ക് ലവ് ഓഫർ ആണ്, മാരേജ് ഓഫർ ആണ്, ചില ആളുകൾക്ക് നിങ്ങളുടെ പാഷൻ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫർ ആണ്. കാരണം നിങ്ങളുടെ കരിയറിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഗ്ലോ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫെയിം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ മീഡിയ ഓർ എന്തെങ്കിലും സെലിബ്രിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ജോബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആക്ടിങ്, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫെയിം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ വളരെ കണക്റ്റഡ് ആവുന്നുണ്ട്.
കണക്റ്റഡ് ആവുക ഇൻ ദ സെൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യത്തിലേക്ക് ആൻഡ് നിങ്ങൾക്ക് അവിടെ ഒരുപാട് പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കൊരു വലിയൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യലി ഒരു ഈ വർഷം മിഡ് ഒക്കെ ആവുന്ന സമയത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങളുടെ ബ്യൂട്ടിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതല്ല, നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ ബോഡി, അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. മേ ബി ചില ആളുകൾ ഈ ഒരു വർഷം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ബോഡി ആർട്ട് ചെയ്യുന്നതായിരിക്കാം, ടാറ്റു പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. സ്പെഷ്യലി നിങ്ങൾ വളരെ യങ് ആയിട്ട് തോന്നുന്ന ഡ്രസ്സിംഗ് സ്റ്റൈലിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ നാച്ചുറലി അത്ര കാലമായിട്ട് നിങ്ങൾ അത്ര കോൺഷ്യസ് അല്ലാത്ത പല കാര്യത്തിലും നിങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ കോൺഷ്യസ് ആവുകയാണ്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ടാലന്റ്, നിങ്ങൾക്ക് എന്താണ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളത് അത് നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ കാണാത്തൊരു റൊമാൻറ്റിക് പാർട്ട്ണറെ നിങ്ങൾ ഈ വർഷം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് നിങ്ങളൊരു ഓത്തന്റിക് ഫീലിങ്സ്, റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് അത് മേ ബി നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഇത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ടു ദ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ടു ദ റൈറ്റ് പ്ലേസ്. അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ആക്ച്വലി നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് യു. ഗ്രൂപ്പ് നമ്പർ 1, മേ ബി ചില ആളുകൾ നിങ്ങൾ സിംഗിൾ പാരന്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മദർ എനർജി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഈ ഒരു വർഷം ഒരു തീ പോലെയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഫയർ, ഒരു സ്ട്രോങ് ഫയർ എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, വളരെ ഇൻഡിപെൻഡന്റ് ആണ്, വളരെ ഗ്ലോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ശരീരം ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, ടിപ്പ് നമ്പർ 1, ദ ഹിഡൻ ബ്ലെസ്സിംഗ് ഓഫ് 2024. Alright. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ 2024 മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, നിങ്ങൾ ഇങ്ങനെ ഒരു തീ പിടിപ്പിക്കുന്ന ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ അതിനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. മേ ബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ ഇനി ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഇനി നിങ്ങൾ അങ്ങനെ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഒരു ടൈമിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളതോ ആഗ്രഹിച്ചിട്ടുള്ളതോ കാര്യമായിരിക്കാം, പക്ഷെ അതിലേക്ക് ഇനി നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, ഫീലിങ്സ് മേ ബി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിലൊരുപാട് ടെംപ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഓക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ആഗ്രഹം എപ്പോഴും ഉള്ളിൽ തന്നെ മേ ബി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ മിസ്സായി പോയിട്ടുള്ളതോ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് പറ്റാതായി പോയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ വർഷം നിങ്ങൾക്ക് എന്താണ്, ഏത് ഏരിയാസിലാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്ര ഒരു ബേണിംഗ് ഡിസയർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചിട്ടില്ല ലൈഫിൽ, അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഐ എം ഷുവർ ദാറ്റ് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്, അത് ഫീൽ ചെയ്യുന്ന സമയത്ത്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് യു വിൽ റിമെമ്പർ ദിസ് റീഡിങ്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യങ് എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കുട്ടി, ആ ഒരു യങ് പേഴ്സൺ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു യങ് ഏജിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു വർഷം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ, ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് ആൻഡ് നിങ്ങളുടെ പാഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾ കൂടുതൽ മീഡിയ യൂസ് ചെയ്യുക, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. അത് മേ ബി ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, യൂട്യൂബ് ആയിരിക്കാം. നിങ്ങൾ കൂടുതൽ സ്ലോലി നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക നിങ്ങൾ. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം പക്ഷെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. വർക്ക് ഓൺ യുവർ ബോഡി. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ സ്വയം വരുത്തുക.
ഓൾറൈറ്റ്. സോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ്, പ്രോസ്പെരിറ്റി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫൈനാൻഷ്യൽ. നിങ്ങൾക്കൊരു സമൃദ്ധി ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിച്ച് ആയിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകൾ, ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകൾ, സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിച്ച് ഫീലിംഗ്സ് നിങ്ങൾക്ക് 2024 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. തേർഡ് ഐ. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് നിങ്ങളുടെ ഒരു ഇന്നർ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ്, ആഗ്രഹങ്ങള് ആണ് ആക്ച്വലി നിങ്ങൾ റിയലൈസ് ചെയ്ത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ഇത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും പ്രഗ്നൻസി സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, കാരണം വളരെ സ്ട്രോങ് ആയിട്ടൊരു മദർ എനർജി നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. Hidden blessings, spiritual strength. Okay, so again group number 1, നിങ്ങൾക്ക് സെൽഫ് ആയിട്ടുള്ള ഒരുപാട് തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങള് നിങ്ങൾക്ക് ആക്ച്വലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ ഡീപ്പ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് കണക്ഷൻസും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ചില കോൺവെർസേഷൻ, ഓക്കെ, സോ ലൈക്ക് മേ ബി ലൈക്ക് ദൂരസ്ഥലത്ത് നിന്നുള്ള ചില വ്യക്തികള് ആയിട്ടുള്ള ചില കോൺവെർസേഷൻ ഓർ ചില ഓഫർ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ലൈഫ് തോന്നുന്നുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലൈഫ് തോന്നുന്നുണ്ട്. പല സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി ഈ ഒരു വർഷം ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, ആ ഒരു ഡിവൈൻ സപ്പോർട്ടും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണ്, നിങ്ങൾ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ്. കാരണം പല കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ടൈമാണ്. സോ നിങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തോന്നും. ഓക്കെ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഗ്രൂപ്പ് 1. ഓക്കെ, കാരണം നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ഇപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് വരാം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രേഗ്രൻസ് നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാക്കിയിട്ട് ഒരു ഫ്രേഗ്രൻസ് നിങ്ങൾ എടുക്കാം. ഓക്കെ, റിട്ടേൺസ് മേ ബി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾ ഓർമ്മ വരുന്നുണ്ട് ചില ആളുകൾക്ക്. ഓക്കെ, സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 2, ഈ കാർഡിൽ ഹിഡൻ ആയിട്ടുള്ള വാക്ക് ആർക്കൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2 എന്തൊക്കെയാണ് ഈ വർഷത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ്. അൺഫോൾഡിംഗ് ദ ഹിഡൻ ബ്ലെസ്സിങ്സ് ഓഫ് 2024. ഗ്രൂപ്പ് നമ്പർ 2, ലൈഫ് സ്റ്റൈൽ. ഓക്കെ, സോ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. സോ 2024 നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകൾ പുതിയൊരു ജോബിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിയിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്ക് വരുന്നതായിരിക്കാം. സോ നിങ്ങളുടെ ലൈഫിൽ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ച് ഈ വർഷം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഒരു ടൈം വരെ നിങ്ങൾ പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കില്ല 2024 നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഒരു ടൈം വരെ നിങ്ങൾ വളരെ ജോബ്ലെസ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, എയിംലെസ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 2024 നിങ്ങൾക്കൊരു ഹയർ വിഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻ ഉണ്ടാവുന്നുണ്ട്, ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബ്രാൻഡിലേക്ക് വരുന്നതായിരിക്കാം. ഇത്ര കാലമായിട്ട് നോർമലി നിങ്ങൾ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള പ്ലേസ്, ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. സോ നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ്, നിങ്ങളുടെ ലൈഫിന് എന്താണോ ബെസ്റ്റ്, അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു വർഷമാണ് 2024. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സംസാരത്തിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, മേ ബി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് പഠിക്കുന്നതായിരിക്കാം, കോൺഫിഡന്റ് ആയിട്ട് ചില ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം. ഓക്കെ, നല്ലൊരു സ്പീക്കർ ആവുന്നുണ്ട് നിങ്ങളുടെ സൗണ്ട്, നിങ്ങളുടെ സംസാരം, അതിലൊക്കെ ഒരുപാട് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഇൻ ദ ഇയർ ഓഫ് 2024. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്ന ചേഞ്ചിന്റെ ഭാഗമായിട്ട്
നിങ്ങൾ ആക്ച്വലി ഡീൽ ചെയ്യുന്ന, നിങ്ങൾ അത്ര കാലമായിട്ട് എങ്ങനെയാണോ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ഇനി ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഓരോ ആക്ഷനിലും നിങ്ങളുടെ സംസാരത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ 2024 നിങ്ങൾ ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ നിങ്ങൾ സെൽഫ് ആയിട്ട് തന്നെ കൂടുതൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള പല സിറ്റുവേഷൻസും മേ ബി ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം, അത് ആരോടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന ഒരു വാശിയുടെ മേലെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു ക്രേവിൽ നിങ്ങൾ ആ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ നമ്മൾക്ക് ഉണ്ടാവണം അല്ലെ. സോ നമ്മളുടെ ലൈഫിൽ മാറ്റം വേണം. ആരും നമ്മൾ കോപ്പി ചെയ്യുന്നതല്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിലും അങ്ങനത്തെ മാറ്റങ്ങൾ വേണം. നിങ്ങൾ ഇങ്ങനെ ആയാൽ പോരാന്നുള്ള ഒരുപാട് തിരിച്ചറിവ് ആക്ച്വലി 2024 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു വർഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയൊരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. അൺഫോൾഡിങ് യുവർ ഹിഡൻ ബ്ലെസ്സിംഗ് ഓഫ് 2024. ഓക്കെ, സഡൻ ആയിട്ടുള്ള ഒരു അവേക്കനിങ് ആണ് ആക്ച്വലി 2024 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സഡൻ ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, സോ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ചില തിരിച്ചറിവ് ഉണ്ടാവുക. ഓക്കെ, ഇൻസ്റ്റന്റ് ആയിട്ട്. ഓക്കെ, സോ ചില നഷ്ടങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഈ ഒരു വർഷം അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടമായി, എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു, ലൈഫിൽ ഒരു ഫ്ലോ ഇല്ലാണ്ടാക്കുന്ന ചില കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ എന്നാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ആക്ച്വലി നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈഫിൽ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ലൈഫിൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തെങ്കിലും നഷ്ടങ്ങൾ നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ അവിടെ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ സെൽഫ് വർക്ക് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, കാരണം ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയെ മാറ്റുന്നുണ്ട്. Alright, ഗ്രൂപ്പ് നമ്പർ 2 മേ ബി ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് നിങ്ങൾ മാറ്റുന്നതായിരിക്കാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് അതുവരെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സോണിൽ നിന്നിട്ടുള്ള ആളുകൾ പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു മാറ്റം വേണം. ഓക്കെ, സോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരണം. ബെറ്റർ ആയിട്ടുള്ള ആളുകൾ ഈ ഒരു സമയത്ത് എസ്പെഷ്യലി നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവും, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ചില സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ് ഉണ്ടാവും. ഓക്കെ, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ്, ചില പ്ലേസ് ചില ഹാബിറ്റ്സ് ചില അഡിക്ഷൻസ് ഒരു ഡിസ്റ്റൻസ് വന്നാലേ നിങ്ങൾക്ക് ആക്ച്വലി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്കെന്നല്ല, നമ്മൾ ആര് കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഒരു ലോൺലിനെസ്, സോളിറ്റ്യൂഡ് നമുക്ക് ചില സമയത്ത് നമുക്ക് വേണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗ്രേറ്റ് അവേക്കനിങ് സിറ്റുവേഷൻ ആണ്. ഡീപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചു വരുന്ന ഒരു ടൈമാണ്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രൂപ്പ് നമ്പർ 2. Alright, it's a great comeback. Okay, നിങ്ങളുടെ തന്നെ ഒരു തിരിച്ചു വരവാണ് 2024. വളരെ പ്ലസന്റ്. ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ഓവർകം ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളെ റീകണക്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഒരു കൈൻഡ് ഓഫ് ഫെസ്റ്റീവ് മോഡ് ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഒരു ഹോം ഫീലിങ്സ് തോന്നുന്നുണ്ട്, സേഫ് ആയിട്ട്. അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ റീഗെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ 2024 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ചില ആളുകൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ആളുകളുടെ റിട്ടേൺസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ മെയിൻ ആയിട്ട് നിങ്ങളെ സ്വയം നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, അവേക്കനിങ് ആണ്. അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ, ഗ്രേറ്റ് അവേക്കനിങ്. ഓക്കെ, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ബട്ടർഫ്ലൈ സ്റ്റേജ്. മേ ബി കുറച്ച് സമയമായിട്ട് നിങ്ങൾ ഒരു കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ട് നിങ്ങളെ തന്നെ ഒരു ലോസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കില്ല, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ആയിരിക്കില്ല, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ വെക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ല ദാഹമുണ്ട്, വെള്ളം കുടിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു
പൊതിക്കാത്തൊരു തേങ്ങയാണെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും അതിന് എന്തെങ്കിലും വെള്ളം വരുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ദാഹവും കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നത് റോങ് പ്ലേസ് നിന്നായിരിക്കാം, റോങ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നായിരിക്കാം. ഓക്കെ, സോ ഇൻസ്റ്റീഡ് ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതെങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ബട്ടർഫ്ലൈ സ്റ്റേജിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ഹാപ്പിനെസ്, മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു സെൽഫ് ജോയ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ ചേഞ്ചസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ മേ ബി ചില ആളുകളൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ 2024 നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രേറ്റ് ഫൈനാൻഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ ഒരുപാട് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ജോബ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം, പ്രൊഫഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. സോ അതുവരെ നിങ്ങൾക്ക് കിട്ടാത്തൊരു അംഗീകാരം മറ്റുള്ള ആളുകൾ, അതുവരെ നിങ്ങൾക്ക് തരാത്ത അംഗീകാരം മറ്റുള്ള ആളുകളൊക്കെ തരാൻ തുടങ്ങുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ചില ആളുകളുടെ റിട്ടേൺസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, ആരെങ്കിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒന്നുകിൽ അത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് അവെയർ ആവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ് 2024 ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ഫൈനലി നിങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു കാര്യം ഓവർകം ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ഓക്കെ, ഇത്ര കാലം നിങ്ങൾക്ക് അറിയാം ചില ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്, ചില ചലഞ്ചിങ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഓക്കെ, ഇത് ഇങ്ങനെയാണ് എന്റെ ലൈഫ്, ഇത് എന്റെ വിധിയാണ്, ഇങ്ങനെ എന്റെ ലൈഫ് പോവുള്ളൂ, ഞാൻ അനുഭവിച്ചിട്ടേ പോവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില പ്ലേസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മാറി ചിന്തിക്കുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വർഷമാണ് 2024. അത് അപ്രോച്ച് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി അത് ഓവർകം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മേജർ ആയിട്ടുള്ള ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്, സ്വയം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കരിയറിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന ജോബ് ഇൻ ദ സെൻസ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. അതല്ലാതെ നിങ്ങളുടെ ഒരു കർമ്മ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തി, അത് നിങ്ങൾക്കൊരു എന്താ പറയുക, ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടുക, റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ചില ബ്ലെസ്സിങ് കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു നല്ല കർമ്മയ്ക്കുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മേ ബി ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണോ സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു നല്ല കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഒരു നല്ല കർമ്മ. ഓക്കെ, നിങ്ങൾ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു ഗുഡ് കർമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഈ ഒരു വർഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഒരു സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ബ്ലെസ്സിങ്സ്. ഓക്കെ, മുന്നോട്ട് പോവാൻ ഈവൻ ഒന്നും ഇല്ലാത്തൊരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ പോലും ചില ഡിസിഷൻസ് ഒക്കെ വളരെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ചില ഡിസിഷൻസ്, ചില ലീഗൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചില ആളുകൾ എടുക്കുന്നുണ്ട്. വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ച് കൺഫ്യൂഷൻസ് മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക്. ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ സ്വയം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോളിറ്റ്യൂഡ് ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ആ ഒരു സോളിറ്റ്യൂഡ് തന്നെയാണ്. ഓക്കെ, സോ ലൈക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരു ധൈര്യം, ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പാത്ത് എന്താന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പോകുന്ന ഒരു സ്ട്രഗിൾ എന്താണ്, നിങ്ങളുടെ ഒരു ചാലഞ്ച് എന്താന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് മനസ്സിലാവുന്നത്. ഓക്കെ, സോ അവിടുന്ന് നമുക്ക് സ്വയം ഹെൽപ്പ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു കാര്യമല്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേജർ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആക്ഷൻസ് എടുത്ത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളതല്ല, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ടാസ്ക്, നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നത്. ഒരു ടൈമിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്വയം അംഗീകരിക്കാം നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സിറ്റുവേഷൻ, മേ ബി നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം.
എന്നിട്ട് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ, സോ ചിലതൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ പെട്ടെന്ന് ചില ആളുകളെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്തോ ഈ ഒരു സമയത്ത് അത് അങ്ങനെ തന്നെ വിട്ടേക്കുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പുറകെ പോകാതിരിക്കുക. കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില പ്ലേസിലേക്ക് നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണം. എന്നാലേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ, സെൽഫ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഹീലിംഗ്, മെഡിറ്റേഷൻ, ഓക്കെ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2024. ഓക്കെ, സോ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, ഈ കാർഡിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് എത്ര ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറയൂ. ഓക്കെ, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. സോ ഗ്രൂപ്പ് നമ്പർ 3, unfolding your hidden blessing of 2024. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ, ബ്ലെസ്സിങ്സ്. ഓക്കെ, ആൻഡ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഷിപ്പാണ്. ഓക്കെ, സോ ഷിപ്പ് ഇൻ ദ സെൻസ് മേ ബി നിങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രാവലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ വർഷം. ഓക്കെ, സോ നിങ്ങൾ ഏതെങ്കിലും പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം, ഏതെങ്കിലും കൺട്രി നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു വിനോദത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം, എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. ഓർ ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, നിങ്ങൾ വേറെ കൺട്രിയിലേക്ക് പോകുന്നതായിരിക്കാം. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. റിച്ച് ആയിട്ടുള്ള ചില ഫീലിങ്സ്, റിച്ച് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു വർഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ചില ആളുകളെ നിങ്ങൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം, ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. or ചില ആളുകൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം, വേറെ കൺട്രിയിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസ് നിങ്ങൾ ഒരു സമയം സ്വപ്നം മാത്രം കണ്ടിട്ടുള്ള ചില പ്ലേസിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ വർഷമായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ എത്രയോ വർഷമായിട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില പ്ലേസസ്, ഓക്കെ, അത് മേ ബി നിങ്ങൾ സിംഗിൾ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലേസോ ആളുകളോ ആയിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹണിമൂൺ പോലെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നതും ആയിരിക്കാം. ഓക്കെ, സോ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ബ്ലെസ്സിങ്സ് ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. വളരെ റിച്ച് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ്, ഓക്കെ, പ്രൈസ്ലെസ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, സോ എന്തൊക്കെയാണ് നിങ്ങളുടെ 2024 സംഭവിക്കുന്ന ഹിഡൻ ബ്ലെസ്സിങ്സ്? ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 3. Unfolding your hidden blessings of 2024. ഗ്രൂപ്പ് നമ്പർ 3 എന്തൊക്കെയാണ് 2024 നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? ഓക്കെ, സോ നിങ്ങൾ മേ ബി യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു വീട്, നിങ്ങളുടെ ഹോം ഫീലിങ്സ്, ഫാമിലി ഉണ്ടാവുന്നുണ്ട് മെയിൻ ആയിട്ട്. ഓൾറെഡി ഫാമിലിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുട്ടികൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓരോ പ്ലേസിലായിട്ട് നിന്നിട്ടുള്ള ആളുകള് ഒരു ഫാമിലി സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഹോം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, സ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ഹീൽഡ് ആവുന്നുണ്ട്, വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ വീട് വെക്കുന്നതായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും ഒരുമിച്ച് ചേർന്നിട്ട് വളരെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഭാഗമാക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിന്റെ ഭാഗമാക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, അത് മേ ബി ചില ആളുകൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം, വേറെ കൺട്രിയിലേക്ക് ആയിരിക്കാം, അവിടെ നിങ്ങളൊരു ഫാമിലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3. Alright. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ മറ്റൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, ആസ് എ പാർട്ട്ണർ, അല്ലെങ്കിൽ ഒരു അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, വൈഫ് എന്നുള്ള രീതിയിൽ, ബിക്കോസ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് മോർ അബൌട്ട് യുവർ ഫാമിലി. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഫാമിലി, ഓക്കെ, നിങ്ങളുടെ അമ്മ, അച്ഛൻ. ഓക്കെ, നിങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, അച്ഛന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കാം, ആഗ്രഹം നിങ്ങൾ സാധിച്ചു കൊടുക്കുന്നതായിരിക്കാം. മേ ബി നിങ്ങളൊരു അച്ഛനോ അമ്മയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ കാരണം നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്ന ചില ലൈഫ് മൊമെന്റ്സ് ഈ ഒരു വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3. പല കാര്യങ്ങളും നിങ്ങൾ ഒരു റിയാലിറ്റിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, പല കാര്യത്തിലും ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്.
സി അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്ത്. ഓക്കെ, മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻഗേജ്ഡ് ആവാം, റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരാം, റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരാം. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില പ്ലേസ് ഉണ്ടാവും, നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസ്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കാൻ എങ്ങനത്തെ വീട്ടിലാണോ നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കുന്നുണ്ട്. മേ ബി അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ചില ആളുകൾ മാരീഡ് ആവുന്നതാണ്, റിലേഷൻഷിപ്പിലേക്ക് വരുന്നതാണ്. ഓക്കെ, പ്രഗ്നൻസി, ചില ആളുകൾക്ക് ദ ഹിഡൻ. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു സമയത്ത് ഇതൊക്കെ എങ്ങനെ കണക്ട് ആവുന്നു, നിങ്ങൾ ആക്ച്വലി ആലോചിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നുണ്ടാവില്ല. എന്തായിരിക്കണം, നിങ്ങൾ എന്ത് മൂവ് ആണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണ്. ചില ആളുകളുടെ ഒരു മേ ബി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ചില ആളുകളുടെ ഒരു അടുത്തൊരു ആക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെയോ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, കാരണം ലൈക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ചില ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഗിവ് അപ്പ് സിറ്റുവേഷനിലായിരിക്കാം. ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില ചേഞ്ചസ് ആക്ച്വലി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടാത്ത പല കാര്യത്തിനും ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജോബിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, കരിയർ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇനീഷ്യൽ ടൈമിൽ നിങ്ങൾക്ക് തോന്നും ഏത് ഡയറക്ഷനിലേക്കാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ലൈഫ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് തോട്ട്സ് മേ ബി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി നിങ്ങൾ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഒരു ടൈമിൽ നിങ്ങളുടെ ഫാമിലി വിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ റിലീജിയസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡിസിഷൻസ് മേ ബി നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു ജോബിന് വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്തൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോവേണ്ടതായിട്ടുള്ള, നിങ്ങളുടെ ഡെസ്റ്റിനി പോലെയുള്ള ചില സിറ്റുവേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എങ്ങോട്ടാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്തിനാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, കാരണം ചില കാര്യങ്ങള് മേ ബി ഈ ഒരു വർഷം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല ഇനീഷ്യലി കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ സംഭവിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ് വരാം, നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് വരാം, ഒരുപാട് അവസരങ്ങൾ വരാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, ആ ഒരു ടൈമിലൊന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ പ്ലേസിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നത് ചില ഡെസ്റ്റിനിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലീജിയൻ എന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് മേ ബി ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഡിഫറെന്റ് കൾച്ചറിനോ ഡിഫറെന്റ് റിലീജിയനോ ഉള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ എന്തൊരു കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാത്തതിന് ചിലത്തോളം നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് അഗെയിൻ അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, the hidden blessings, a new beginning. നിങ്ങളുടെ ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുതിയ പ്ലേസിലായിരിക്കാം, പുതിയ കൺട്രി, പുതിയ സ്റ്റൈൽ, പുതിയ ലൈഫ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഓക്കെ, സോ ആരും നിങ്ങൾ മനഃപൂർവ്വം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ പല ആളുകളുടെ ഒരു കൺട്രോളിലായിരിക്കാം മേ ബി വളർന്നിട്ടുണ്ടായിരിക്കാം. എസ്പെഷ്യലി റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് ബിലീഫ് ഉള്ള വ്യക്തി ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ പാരന്റ്സിന്റെ ആയിരിക്കാം, നിങ്ങളുടെ ഒരു കൾച്ചറിനുള്ള ഒരു ബിലീഫ് ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറെ കാലം ഒരു ജയിലിൽ കിടന്നിട്ട് നിങ്ങൾ അതൊന്ന് പുറത്തേക്ക് വരുന്ന ഒരു
ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, ഓക്കെ, ഒരു ബ്രീത്തിങ് സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുൻപ് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്തിനു സംഭവിച്ചു, അത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ആയിരുന്നു, നിങ്ങളുടെ ഒരു മേ ബി നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഈ ഒരു വർഷം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകും എന്നുള്ളതല്ല, പക്ഷേ നിങ്ങൾ എത്ര വർഷമായിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പലതും നിങ്ങൾ മാറ്റം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പലതിലും ചില നാച്ചുറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളത് കണക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു നെസ്റ്റിന്റെ ഉള്ളിൽ നിന്ന്, നിങ്ങളൊരു കൂടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, ഒരു ജയിലിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവുകയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ പല കാര്യങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുള്ള പല ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈമാണ്, ഒരു ഇൻസൈറ്റ്, ഒരു വെളിച്ചം നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ് 2024. ഓക്കെ, സോ പലതും നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പിറകിലാണോ, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലാണോ. ഓക്കെ, കാരണം നിങ്ങളുടെ ഏജിൽ നിങ്ങൾ ഒരു ടൈമിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ പഠിത്തമൊക്കെ റീകണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വർഷമായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ നിർത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ടൈമിൽ നിങ്ങൾ ജോബിനൊന്നും പോവാതെ ഈ ഒരു വർഷമായിരിക്കാം നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ അതേ ഏജിലുള്ള ആളുകൾ കുറെ കൂടെ മുന്നിലാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വർഷമായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ഒരു ലൈഫിന്റെ ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങളുടെ ഒരു മിഡ് ഏജിലോ നിങ്ങളുടെ ഒരു ലേറ്റ് ഏജിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്തിക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരാം. ഓക്കെ, സോ നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ ഒരുപാട് മുന്നിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. പക്ഷേ റിലേഷൻഷിപ്പിലും ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, നിങ്ങളുടെ ഒരു പ്രൊട്ടക്ടർ, നിങ്ങളുടെ ഒരു ഗാർഡിയൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആയിരിക്കാം, ഫ്യൂച്ചർ ഹസ്ബൻഡ് ഓർ ഫ്യൂച്ചർ വൈഫ്. The hidden blessing of 2024. വിസ്ഡം. ഓക്കെ, സോ എന്തൊക്കെയോ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് അക്കാഡമിക്കലി ആയിരിക്കാം, നിങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. വീട് വിട്ട് മാറി നിൽക്കണം നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ഫാമിലി വിട്ട് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അഗെയിൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു വീട് ഉപേക്ഷിച്ച് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പല ബിലീഫും നിങ്ങൾ വിട്ടിട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, സോ മേ ബി എന്തെങ്കിലും ആനിമൽസ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാവുന്നുണ്ട്. മേ ബി ഈ ഒരു വർഷം നിങ്ങൾ എന്തെങ്കിലും പെറ്റിനെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വഴികാട്ടി ആവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ആനിമൽ എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും ഡോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽ ആയിരിക്കാം, എസ്പെഷ്യലി ഡോഗ്. ഓൾറൈറ്റ്, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു പുതിയ ഹാബിറ്റ്, നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. കണ്ണിന്റെ മുന്നിൽ കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ഉണ്ടായിരിക്കുക, പക്ഷേ നിങ്ങളുടെ സ്ട്രോങ് ആൻസിസ്റ്റേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇൻവിസിബിൾ ആയിട്ടുള്ള പവർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കാം. നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ ഓർ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഓൾഡ് ജനറേഷൻ, അവരുടെ ഒരു സപ്പോർട്ട് ബ്ലെസ്സിങ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. ഓക്കെ, ചിലത് എന്തുകൊണ്ട് സംഭവിച്ചു. ഓക്കെ, സോ അതിനൊക്കെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ലേറ്റ് ഏജിലായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ഈ വർഷമായിരിക്കാം. അത് ഫാമിലി റിലേറ്റഡ് ആയിട്ടായിരിക്കാം, മാരേജ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, സ്റ്റഡി റിലേറ്റഡ് ആയിട്ടായിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു സെൽഫ് ചേഞ്ച്. ഓൾറൈറ്റ്, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.